അതാണ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ അഗാധമായി സ്നേഹിക്കണം. അത് സെൽഫിഷ്നെസ് അല്ല, സെൽഫ് ലവാണ്, സെൽഫ് റെസ്പെക്റ്റാണ്. നമ്മളെവിടെയെങ്കിലും എത്തണം, നമുക്കൊരു മിഷൻ ഉണ്ടാവണം. എവിടെയാണോ നിങ്ങൾക്കൊരു മിഷൻ ഇല്ലാതായി മാറുന്നത്, ഒരു മീനിങ് ഇല്ലാതായി മാറുന്നത്, അവിടെ നിങ്ങളുടെ ജീവിതം സ്തംഭിച്ചു പോകും. എ മാൻസ് സെർച്ച് ഫോർ മീനിങ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകില്ലെങ്കിൽ എപ്പോഴാണോ വായിച്ചാൽ മനസ്സിലാകുന്നത് അപ്പം നിങ്ങൾ വായിക്കേണ്ട പുസ്തകമാണ്. ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണത്. അത്രയും മനോഹരമായ പുസ്തകമാണ്. ആ പുസ്തകം എഴുതിയത് വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹം എഴുത്തുകാരനൊന്നുമല്ല, അദ്ദേഹം ഒരു ന്യൂറോ സർജനായിരുന്നു. ബാങ്ക പറയട്ടെ, ബാങ്ക് കഴിഞ്ഞില്ലേ? അപ്പോഴേ കുറച്ച് നേരം കൂടി സംസാരിക്കാം കേട്ടോ, ഞങ്ങൾ ബോറടിപ്പിക്കില്ല. എനിക്കറിയാം നിങ്ങൾക്ക് പ്രസംഗമൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പം അദ്ദേഹം പറയണത് എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? വിക്ടർ ഫ്രാങ്കിൾ. നിങ്ങൾ മറക്കാൻ പാടില്ല. എന്താണെന്നറിയോ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകങ്ങളിൽ ഒന്നാണത്. കാരണം അത് വായിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ മനസ്സിലാവുക. അദ്ദേഹം പറയുന്നുണ്ട്, ഭക്ഷണമില്ലാതെ വേണമെങ്കിൽ കുറച്ചു കാലമൊക്കെ ജീവിക്കുക, പൈസ ഇല്ലാതെ വേണമെങ്കിൽ കുറച്ചു കാലമൊക്കെ ജീവിക്കുക, വീടില്ലാതെ വേണമെങ്കിലും ജീവിക്കുക, പക്ഷെ ഒരു മീനിങ് ഇല്ലാതെ എങ്ങനെ ജീവിക്കാന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം. ഒരു മീനിങ് ഇല്ലാതെ മനുഷ്യൻ എങ്ങനെ ജീവിക്കുക? വല്ലാത്തൊരു ചോദ്യമല്ലേ അത്? ഒരു ദിവസം നേരം വെളുക്കുന്നുണ്ടെങ്കിൽ പഠിച്ചവൻ നമുക്കൊരവസരം കൂടി തരികയാണ്. എല്ലാത്തിനും സ്നേഹിക്കാനും സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും വായിക്കാനും ഭക്ഷണം കഴിക്കാനും സന്തോഷിക്കാനും ഒക്കെ വേണ്ടി ഒരവസരം കൂടി തരുന്നതിൻ്റെ പേരാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരാളൊരു മീനിങ് ഇല്ലാതെ എങ്ങനെ ജീവിക്കും? ഒരു മാസം ഒരാൾ എങ്ങനെ ഒരു മീനിങ് ഇല്ലാതെ ജീവിക്കും? ഒരു എയിമില്ലാതെ, ഒരു ഗോളില്ലാതെ ഒരാൾ എങ്ങനെ ജീവിക്കും? അതാണ് ആ പുസ്തകത്തിൻ്റെ വിഷയം. അതാണ് അദ്ദേഹം ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കുടുങ്ങിപ്പോയ ആളാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പ് കേട്ടില്ലേ? അതിൽ കുടുങ്ങിപ്പോയ ആളാണ്. അദ്ദേഹം ജൂതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആളുകളെ മുഴുവൻ അദ്ദേഹം കൊന്നു കളഞ്ഞു ഹിറ്റ്ലർ. ഏകദേശം എല്ലാവരെയും കൊന്നു. അമ്മായിയെ കൊന്ന്, ഭാര്യയെ കൊന്ന്, പെങ്ങളെ കൊന്ന്. ഇദ്ദേഹം മാത്രമാണ് ബാക്കിയാവുന്നത്. അപ്പം അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ആത്മഹത്യ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അപ്പം അദ്ദേഹം ഷേവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ആത്മഹത്യ ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷെ നല്ല ഇരുട്ടാണ്, അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം അദ്ദേഹം അവിടെ കണ്ടൊരു ജനൽ തുറന്നു. ഒരു ചെറിയ കിളിവാതിലുണ്ട്. ആ ജനലിങ്ങനെ തുറന്നത് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് തുറന്നതാണ്. പക്ഷേ ആ ജനൽ തുറന്ന്
വെളിച്ചം ഉള്ളിലേക്ക് ഒന്നായിട്ട് കയറി. അപ്പം അദ്ദേഹം വെറുതെ ഒന്ന് പുറത്തേക്ക് നോക്കി. ഇത്രയും കാലം ജീവിച്ച ഭൂമിയോട് യാത്ര ചോദിക്കുന്നത് പോലെ ഒന്ന് പുറത്തേക്ക് നോക്കിയതാ. പക്ഷെ ഉണ്ടല്ലോ, അവിടെ ആകെ പൂക്കൾ. അദ്ദേഹം കുറച്ച് ദിവസം മുമ്പൊന്ന് നോക്കിയിരുന്നു. അന്നൊക്കെ വരണ്ട് കിടക്കുകയാണ്. യൂറോപ്പിൽ പെട്ടെന്ന് സീസൺ മാറും. അപ്പം ഇന്ന് അദ്ദേഹം നോക്കുമ്പോൾ ആകെ പൂക്കളാണ്, മുറ്റം നിറച്ചും പൂക്കളാണ്. അപ്പം അദ്ദേഹം ആലോചിച്ച ഒരൊറ്റ ആലോചനയാണ് അദ്ദേഹത്തെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. അദ്ദേഹം ആലോചിച്ചു, കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ വരണ്ട് കിടക്കുകയാണ്, ഉണങ്ങിക്കിടക്കുക. ഇന്ന് നിറച്ചും പൂക്കളാണല്ലോ. ഇപ്പം എൻ്റെ ജീവിതം ഇങ്ങനെ ഉണങ്ങിക്കിടക്കുകയാണ്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞാൽ പൂക്കളൊക്കെ വരുമല്ലോ എന്ന ഒരൊറ്റ ചിന്തയിലാണ് അദ്ദേഹം ആത്മഹത്യയിൽ നിന്ന് പിന്മാറി. ആത്മഹത്യ ചെയ്തില്ല എന്ന് മാത്രമല്ല, പിന്നെ അദ്ദേഹം ചെയ്യുന്നത് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ള മനുഷ്യന്മാരെ കുറിച്ച് പഠിക്കുകയാണ്. ആ പഠനത്തിൻ്റെ അവസാനമാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത്. എന്നിട്ട് ആ പുസ്തകത്തിലാണ് അദ്ദേഹം പറയുന്നത്, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ 2 തരം മനുഷ്യന്മാരെ അദ്ദേഹം കണ്ടു. ഒന്നാമത്തെ വിഭാഗം ആരാന്നറിയോ? ഒരു മീനിങ്ങും ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ. ഇനി ഒന്നും നടക്കില്ല, ഇവിടെ മരിച്ചു പോകും എന്നാലോചിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ വിഭാഗം എങ്ങനെയാണെന്നറിയോ? അല്ല, രക്ഷപ്പെടും, നേരത്തെ ഉള്ളതിനേക്കാൾ മികച്ച ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്ന ആളുകൾ. ഈ 2 തരം മനുഷ്യന്മാർ അദ്ദേഹം കണ്ടു. കോൺസെൻട്രേഷൻ ക്യാമ്പൊക്കെ പിരിച്ചുവിട്ടു. കുറേ കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ മനുഷ്യന്മാരെ തേടി പിന്നെയും അവരുടെ വീടുകളിലേക്ക് എത്തി. അദ്ദേഹം പറയാണ്, ഒരു മീനിങ്ങോട് കൂടി ജീവിച്ച ആളുകൾ, രക്ഷപ്പെടും എന്ന് വിചാരിച്ച ആളുകൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, അവർ പഴയതിനേക്കാൾ നല്ല അവസ്ഥയിലേക്ക് തിരിച്ചു ചെന്ന് ജോലിയും ശമ്പളവും കൃഷിയും എന്താണോ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതിലൂടെ അവരെങ്ങനെ രക്ഷപ്പെട്ടു. എന്നാൽ ഒരു മീനിങ്ങും ഇല്ല എന്ന് വിചാരിച്ച ആളുകളുണ്ടല്ലോ, ജീവിതത്തെ നെഗറ്റീവായിട്ട് കണ്ട ആളുകൾ, അവരങ്ങനെ വരുന്നു പോകുന്നു. സ്കൂളിലേക്കാണെങ്കിൽ വരിക പോവുക, പഠിക്കുന്നൊന്നും ഉണ്ടാവില്ല. പരീക്ഷയുള്ള കാര്യം തന്നെ ആരെങ്കിലും പറയുമ്പോഴാണ് അവരറിയുക, അല്ലേ? പറഞ്ഞറിയുന്ന ആളുകളാണ്, പഠിച്ചറിയുന്ന ആളുകളല്ല. ഇങ്ങനെയുള്ള ആളുകൾ എവിടെ എത്തൂല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അവനവൻ്റെ ഉള്ളിലൊരു പാഷൻ ഉണ്ടാവുകയാണ്, എന്തെങ്കിലും ആകണം എന്നുള്ളൊരു പാഷന്. അതെന്താവട്ടെ, നിങ്ങളുടെ ഉള്ളിലൊരു മ്യൂസീഷ്യനാണോ ഉള്ളത്, പാട്ട് പാടാനാണോ നിങ്ങൾക്ക് കഴിയുക, എത്താവുന്ന അത്രയും ഉയരങ്ങളിൽ എത്തിയ ഒരു പാട്ടുകാരനായി നിങ്ങൾ മാറുക എന്നുള്ളതാണ് ആ പാഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നന്നായി ചിത്രം വരയ്ക്കാനാണോ കഴിയുക, ഏറ്റവും നല്ല ചിത്രകാരനാകാൻ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആ പാഷൻ, മീനിങ്. നിങ്ങൾക്ക് പഠിക്കാനാണോ കഴിയുക, എത്ര വലിയ ജോലിയിലേക്കാണോ നിങ്ങൾക്ക് എത്താൻ കഴിയുക അത്രയും ഉയരങ്ങളിൽ നിങ്ങൾ എത്തുക എന്നുള്ളതാണ് ആ പാഷൻ. ഒരു പാഷൻ ഇല്ലാതെ ഒരാൾ എങ്ങനെ ജീവിക്കും? അതാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം. ഒരു പാഷൻ ഇല്ലാതെ ഒരാൾ എങ്ങനെ ജീവിക്കും? ആ പാഷന് ഒരാളുടെ ഉള്ളിൽ കരുതി വെക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. കാരണം എന്താണെന്ന് പറയുക, നിങ്ങളുടെ ഈ പ്രായം നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്ന പ്രായമാണ്. അറിയാലോ അല്ലേ? കുറച്ച് കാലം കഴിഞ്ഞ് അതൊക്കെ മാറും, ഈ ആഘോഷങ്ങളൊക്കെ ഇല്ലാതാവും. ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു ആനന്ദം ഉണ്ടല്ലോ, ആ ആനന്ദം ഇനി കുറയാണ് ചെയ്യുക. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വരും. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത് പോലെ ഒന്നും ആലോചിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒരുപാട് ആളുകളെക്കുറിച്ച് കൺസിഡർ ചെയ്യേണ്ടി വരും, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. ഇപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡത്തിൽ എങ്ങാനും നിങ്ങൾ വീണുപോയാൽ ഇത് ഫ്രീഡമല്ല എന്നും ജീവിതത്തെ ഡിഫൈൻ ചെയ്യുന്ന സമയമാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വരാനിരിക്കുന്നത് സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും. ഈ എയിമിലേക്ക് നിങ്ങൾ എത്തേണ്ട പ്രായവും അങ്ങനെ ഒരു എയിം നിങ്ങൾ ഡിഫൈൻ ചെയ്യേണ്ട പ്രായമാണിത്. ഞാൻ ആരാകണമെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട സമയമാണ്. നിങ്ങളിപ്പോൾ എന്താണോ തീരുമാനിക്കുന്നത് നിങ്ങളതായിത്തീരും. നിങ്ങളിപ്പോൾ ആരോടാണോ കൂട്ടുകൂടുന്നത് അവരുടെ സ്വഭാവങ്ങൾ നിങ്ങളിലേക്ക് വരും. നിങ്ങളിപ്പോൾ എന്താണോ വായിക്കുന്നത് ആ പുസ്തകങ്ങൾ നിങ്ങളെ സ്വാധീനിക്കും. നിങ്ങളിപ്പോൾ എന്താണോ കാണുന്നത് അത് നിങ്ങളെ സ്വാധീനിക്കും. നിങ്ങളിപ്പോൾ കാണുന്ന സിനിമകൾ നിങ്ങളെ സ്വാധീനിക്കും. നിങ്ങൾ കേൾക്കുന്ന സംഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ അത് നിങ്ങളെ സ്വാധീനിക്കും. കാരണം ജീവിതത്തിൽ നിങ്ങളൊരു ഒരു തീരുമാനമൊക്കെ എടുക്കാനായി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയമാണ്. സത്യത്തിൽ അങ്ങനെ ആയിട്ടില്ല. അതുകൊണ്ടാണ് പാരൻസ് പലപ്പോഴും നിങ്ങളോട് നോ എന്ന് പറയുന്നത്. ഈ സമയത്ത് പാരൻസിൽ നിന്ന് ഏറ്റവും കൂടുതൽ നോ എന്ന് കേൾക്കുന്ന പ്രായമായിരിക്കും അത്, അല്ലേ? നമ്മുടെ അടുത്ത് വരുന്ന കുറേ കുട്ടികളെയും കൊണ്ടുവരുന്ന രക്ഷിതാക്കൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാൻ ചെയ്യാറില്ല കേട്ടോ, കൗൺസിലിങ് ചെയ്തിരുന്ന കാലത്തെ
അങ്ങനെ വരുമ്പോൾ ഈ പാരൻസ് പറയുന്ന കാര്യമാണ്, അവന് 10ാം ക്ലാസ് വരെയൊക്കെ ആൾ ഉഷാറായിരുന്നു, ഞങ്ങളോട് നല്ല അടുപ്പായിരുന്നു. 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞോടുകൂടി ഞങ്ങളിങ്ങനെ വിടാൻ തുടങ്ങി. 7ാം ക്ലാസ് വരെയൊക്കെ അവന് ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു. 7ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി അവന് ഞങ്ങളെങ്ങനെ വിടാൻ തുടങ്ങി എന്നൊക്കെ പറയും. അപ്പോൾ ഈ കുട്ടിയോട് നമ്മൾ ചോദിക്കുമ്പോൾ കുട്ടി പറയും, അതെന്താണെന്നറിയോ, എൻ്റെ പാരൻസ് എന്നെ തീരെ മനസ്സിലാക്കണില്ല. പിന്നെ ആരാണ് മോനെ അല്ലെങ്കിൽ ആരാണ് മോളെ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ അവൾ പറയും, അല്ലെങ്കിൽ അവൻ പറയും, എൻ്റെ ഫ്രണ്ട്സ് എന്നെ നല്ലോണം മനസ്സിലാക്കുന്നുണ്ട്. തന്നെ പറഞ്ഞത് ഫ്രണ്ട്സ് നല്ലോണം മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയും. എന്നിട്ടൊരു കാര്യം കൂടി പറയും, പക്ഷേ എൻ്റെ പാരൻസിന് എൻ്റെ ഫ്രണ്ട്സിനെ ഇഷ്ടമല്ലെന്ന് പറയും. എൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും എൻ്റെ ഫ്രണ്ട്സിനെ ഇഷ്ടമല്ല, പക്ഷെ എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ മനസ്സിലാക്കുന്ന ആളുകൾ എന്നൊക്കെ പറയും. സത്യത്തിൽ പാരൻസ് നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? അവർ നോ എന്ന് പറയുന്നത് എന്തിനാന്ന് പോലും നിങ്ങൾക്കറിയാം. നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല എന്നറിയാലോ അല്ലേ? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ചെറിയ അനിയത്തിയോ അല്ലെങ്കിൽ അനിയനൊക്കെ ഉണ്ടാവില്ല, ചെറിയ നഴ്സറി പോലും പോകാനായിട്ടില്ല, അത്രയും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും. ആ കുട്ടി ഒരു ദിവസം അടുക്കളയിൽ ഇങ്ങനെ വന്നിട്ട് അവിടെ ഏറ്റവും മൂർച്ചയുള്ള കത്തി കയ്യിലെടുത്ത്, ഏറ്റവും മൂർച്ചയുള്ള കത്തിയാണ്, പക്ഷേ ഇപ്പോൾ ആ കത്തി മൂപ്പരുടെ കയ്യിലാണ്, ആ കുട്ടിയുടെ കയ്യിലാണ്. നിങ്ങളെങ്ങനെയാണ് അത് വാങ്ങുക? ദേഷ്യപ്പെടുമോ? പിടിച്ചു വാങ്ങുമോ? പിന്നെ സോപ്പിടുക ചെയ്യുക അല്ലേ? നമ്മൾ സോപ്പിടുകയല്ലേ ചെയ്യുക, എന്താ പറയുക, മയത്തിലാണ് അല്ലേ? കക്കൻ്റെ കുട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വാങ്ങുക. ഇല്ലെങ്കിലോ നമ്മൾ പിടിച്ചു വാങ്ങിയാൽ എന്ത് സംഭവിക്കും? മുറിവാകും. ഇത് ആർക്കറിയില്ല? മൂപ്പർക്കറിയില്ല. ആ കുട്ടിക്ക് അറിയില്ല അത് അപകടമാണെന്ന്. ആ കുട്ടിക്ക് അറിയില്ല. ഞാൻ രക്ഷിതാക്കളോട് പറയണേ, ആ കുട്ടിക്ക് അറിയില്ല അത് അപകടമാണ്. അപ്പം നമ്മളെങ്ങനെയാണ് വാങ്ങുക? ഏറ്റവും മയത്തിലാണ് അവൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങുക അല്ലേ? ഇതേ കുട്ടി തന്നെയാണ് വലിയ കുട്ടിയാവുന്നത്. അവൻ്റെ കൗമാരത്തിലും അവൻ്റെ +2 സമയത്തും അവൻ്റെ SSLC സമയത്തും ഒക്കെ അവൻ്റെ കയ്യിൽ ഇങ്ങനെ ഓരോ കത്തി ഉണ്ടാവും. അവൻ ചെന്നെടുത്ത കത്തിയാണ്. അത് തെറ്റായ കൂട്ടുകെട്ടുകളാവാം, തെറ്റായ ശീലങ്ങളാവാം, ലഹരിയാവാം, വേണ്ടാത്ത ചങ്ങാതിമാരാകാം. ഇതൊക്കെ ആ കത്തിയാണ്. അവൻ അറിയില്ല അത് മൂർച്ചയുള്ളതാണ് എന്നും അത് പൊള്ളുന്നതാണ് എന്നും അത് മുറിവാകുന്നതാണെന്നും മൂപ്പർക്ക് അറിയില്ല. നമ്മളെങ്ങനെയാണ് അത് വാങ്ങേണ്ടത്? ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എങ്ങനെയാണോ വാങ്ങിയത് അങ്ങനെ തന്നെ വാങ്ങേണ്ടി വരും. അതാണ് ആ പാട്ട്. കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ, കേട്ടില്ലേ? ബാലേട്ടനിലെ പാട്ടാണ്. അച്ഛൻ മരിച്ചു, മകൻ പാടുകയാണ്, കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു. എനിക്കെൻ്റെ ഉപ്പ മരിച്ചപ്പോഴാണ് ശരിക്കും അത് മനസ്സിലായത്, ആ പാട്ടിൻ്റെ അർത്ഥം. കുഞ്ഞിക്കാലടി ഓരടി ഇങ്ങനെ തെറ്റുമ്പോഴേ കൈ തന്ന് കൂടെ വന്നോ വാപ്പയും ഉമ്മയും. ഈ കുഞ്ഞിക്കാലടി ചെറിയ കുട്ടിയാകുമ്പോൾ മാത്രമല്ല തെറ്റുക, കൗമാരത്തിലും ചെറുപ്പത്തിലും എന്താ പറയുക യൗവനത്തിലും SSLC സമയത്തും +2 സമയത്തുമൊക്കെ ഈ കാലടി ഇങ്ങനെ തെറ്റിപ്പോകുന്നുണ്ട്. അവനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരേണ്ടത് സ്നേഹത്തോടെ തന്നെ പിടിച്ചു കൊണ്ടുവരേണ്ടി വരും. ഇതാണ് ഒരു രക്ഷിതാവിന് കുട്ടികളോട് ചെയ്യാനുള്ള ഏറ്റവും മഹത്തായ കാര്യം. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? നമ്മൾ ആരെ സ്നേഹിക്കുമ്പോഴും അവർക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷനൊക്കെ ഉണ്ടാവും അല്ലേ? നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചാലേ അവരിങ്ങോട്ട് സ്നേഹിക്കുള്ളൂ അല്ലേ? അങ്ങോട്ട് റിപ്ലൈ ചെയ്യാൻ വൈകിയാൽ പോലും ആ സ്നേഹം കുറയുന്നത് കാണാം അല്ലേ? പക്ഷെ ഒരു കണ്ടീഷനും ഇല്ലാതെ അൺകണ്ടീഷണലായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന രണ്ടേ ആളുകൾ ഈ ലോകത്തുള്ളൂ. അതാരാന്നറിയോ നിങ്ങൾക്ക്? പാപ്പയും ഉമ്മയാണ്. ഒരു സംശയം വേണ്ട. മാത്രമല്ല അവർക്ക് നമ്മളൊന്നും ചെയ്തു കൊടുക്കൊന്നും വേണ്ട, അവർ ഹാപ്പി ആവാൻ. അപ്പോൾ ആർക്കാണെങ്കിലും നമ്മളെന്തെങ്കിലും ചെയ്തു കൊടുത്താലല്ലേ അവർ ഹാപ്പി ആവുള്ളൂ. പക്ഷെ വാപ്പക്കും ഉമ്മക്കും നമ്മളൊന്ന് നന്നായാൽ മതി, അവർ ഹാപ്പി ആവും. അവർക്കൊന്നും കിട്ടുമൊന്നും വേണ്ട. അച്ഛനും അമ്മയ്ക്കും നമ്മളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്തു കൊടുക്കൊന്നും വേണ്ട, നമ്മളൊന്ന് നന്നായി കണ്ടാൽ മതി, അവർ ഹാപ്പി ആവും.